ഹായ് ഓൾ, ട്രാവലോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഹിമാലയൻ ആയിട്ടാണ് ഉള്ളത്. പ്രദീപിൻ്റെ ഹിമാലയനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു യൂസർ റിവ്യൂ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഒരു താല്പര്യമുള്ള ഒരു വണ്ടി തന്നെയാണ് ഹിമാലയൻ. എനിക്കെന്നല്ല, മിക്കവാറും ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു വണ്ടിയാണ്. ഇപ്പോൾ അതിൻ്റെ പുതിയ മോഡൽ ഇറങ്ങി. കഴിഞ്ഞ വർഷം 450 cc, ഇത് 411 cc ആണ് പവർ. അപ്പോൾ ഇത് ഈ ഒരു വണ്ടിക്കും കുറേ ആൾക്കാർ ഫാൻസ് ഉണ്ട്. പുതിയ വണ്ടി വന്നെങ്കിലും ഇതിനേക്കാളും കൂടുതൽ താല്പര്യം ഈ ഒരു മോഡലിനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ട് പ്രദീപ് എങ്ങനെയുണ്ട്, വണ്ടി എങ്ങനെയുണ്ട് പൊതുവേ? വണ്ടിയൊക്കെ ഭയങ്കര, എനിക്ക് വളരെ ആഗ്രഹിച്ചു. ജോലി കിട്ടി ഫസ്റ്റ് മാസം പോയി എടുത്ത. ഓക്കെ. വണ്ടിയുടെ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? എങ്ങനെയാണ് വണ്ടി ഉപയോഗിച്ച്? ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിയിരിക്കുന്നു വണ്ടി? എനിക്ക് ഓൾമോസ്റ്റ് 30 ഓടി. 21 എടുത്തത്. 21 മോഡലാണ് വണ്ടി. എങ്ങനെയാണ് ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ? സർവീസ് ഒക്കെ ഭയങ്കര വളരെ ചീപ്പുമാണ്. എവറി 6 months സർവീസ് വളരെ ചീപ്പാണ്. എത്ര കിലോമീറ്ററിലാ സാധാരണ? 2000 അല്ലേ? 2000 ആണോ 5000 ആണോ എനിക്കറിയില്ല, ഓർമ്മയില്ല. എത്ര വരും ഏകദേശം? എത്ര വരും? എനിക്കൊരു എല്ലാ സർവീസും ഒരു ആദ്യത്തെ സർവീസൊക്കെ ഫ്രീ ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പെയ്ഡ് സർവീസ് വന്നപ്പോൾ ഒരു 1000 രൂപ. ബ്രേക്ക് പാഡ് അങ്ങനത്തെ ചെറിയ ചെറിയ പാർട്സ് മാത്രമേ ഉള്ളൂ. ബ്രേക്ക് പാഡ് എല്ലാം കൂടെ കൂട്ടി. ഓക്കെ അത്രേ വരുന്നുള്ളൂ അല്ലേ? കിലോമീറ്റർ 30 കിലോമീറ്റർ കിട്ടാറുണ്ട് അല്ലേ? സിറ്റിയിൽ എത്ര കിട്ടുന്ന? സിറ്റിയിൽ എനിക്ക് 25, ഹൈവേയിൽ ഒരു 30 കിട്ടുന്നുണ്ട്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിക്ക് 30 കിട്ടുന്നത് നല്ലൊരു മൈലേജ് ആണ്. പിന്നെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ സസ്പെൻഷനും സീറ്റും കംഫർട്ടും. മെയിൻ ആ സീറ്റിംഗ് പൊസിഷനും. ഓക്കെ, അതെ. പ്രത്യേകിച്ച് പറഞ്ഞ പോലെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. പ്രദീപ് ലോങ് എത്ര ദൂരമാണ് വണ്ടിയിൽ, അതായത് ഒറ്റ സ്ട്രെച്ചിൽ പോയിട്ടുള്ള ലോങ് ഓടിച്ചിട്ടുള്ള? ഞാൻ ബാംഗ്ലൂർ വരെ പോയി. ബാംഗ്ലൂർ വരെ ബാംഗ്ലൂർ. നൈസ്. അപ്പൊ എനിക്ക് തോന്നുന്നു 8 hours 9 hours എടുത്തു. 9 hours എടുത്തു. അപ്പൊ ടോപ്പ് സ്പീഡ് എത്രയായിരുന്നു പോയിരുന്നത്? ടോപ്പ് സ്പീഡ് ഞാൻ കയറി, എനിക്ക് തോന്നുന്നു അത് 2 പേരായിരുന്നു. ഞാനും എന്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരുടെ ടോപ്പ് സ്പീഡ് 120. ഒരാൾ കയറി അതിൽ കയറും 130 ഒക്കെ കയറുമെന്നാണ്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര നല്ല. അടുത്ത വണ്ടിയുടെ അത്ര ടോർക്ക് കുറവാണ്. ടോർക്ക് എത്രയാ വരുന്നത്? 32 ഇതിന്റെ ടോർക്ക്. 32 ടോർക്ക് വരുന്നത് അല്ലേ? ഇതിന്റെ വെയിറ്റ് ഉള്ളതുകൊണ്ട് ആ 32ന്റെ അത്ര ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. വെയിറ്റ് റേഷ്യോ നല്ല വെയിറ്റ് ഉള്ള വണ്ടിയല്ലേ. പിന്നെ വേറെ എന്തെങ്കിലും ചാലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ വണ്ടിക്ക്? ഇഷ്യൂ എനിക്ക് ഇടയ്ക്ക് കോൺസെപ്റ്റിന് ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതെനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കറക്റ്റ് ചെയ്തായിരുന്നു അല്ലേ? കോൺസെപ്റ്റ് ഇപ്പം 30,000 ഞാൻ ഓൾമോസ്റ്റ് 3-4 ടൈംസ് മാറ്റി. കോൺസെപ്റ്റിന് ഒരു കംപ്ലൈന്റ് വരുന്നുണ്ട്. ബാക്കി അത് ഈ ഒരു മോഡലിനുള്ള പ്രശ്നമാണോ, അതോ അങ്ങനെ എന്തെങ്കിലും ആണോ? വേറെ ആൾക്കാർക്ക് ആർക്കെങ്കിലും സർവീസ് സെന്ററിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് കോൺസെപ്റ്റ് സാധാരണ മാറേണ്ടി വരുന്നുണ്ട്. വേറെ ടയർ പെട്ടെന്ന് വരുന്ന മോഡലാണ്. പിന്നെ ഇപ്പൊ തന്നെ NTന്റെ ജപ്പാൻ ബാൻഡിന്റെ കോൺസെപ്റ്റ് ഒക്കെ ഇറക്കുന്നുണ്ട്. നമുക്ക് തേർഡ് പാർട്ടി മേടിച്ചിടാം. അതൊക്കെ കുറച്ചുകൂടെ ഡ്യൂറബിൾ ആണ്, കുറച്ചുകൂടെ സെയിം പ്രൈസ് തന്നെ, പക്ഷെ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും. നൈസ്. അപ്പൊ അതൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രദീപ്, സർവീസിംഗ് സെന്ററിൽ ചെയ്യുന്നതാണോ നല്ല, അവിടുത്തെ സർവീസ് ആണോ അതോ വെളിയിലാണോ? പ്രദീപ് എങ്ങനെയാണ്, ഓത്തറൈസ്ഡ് സർവീസ് സെന്ററിൽ തന്നെയാണോ ചെയ്യുന്നത് അതോ വെളിയിൽ കൊടുക്കാറുണ്ടോ വണ്ടി? ഡിപ്പെൻഡ് ചെയ്യും. ആക്ച്വലി സ്ഥലത്തിന് ഡിപ്പെൻഡ് ചെയ്യുമെന്ന് തോന്നുന്നു. നാട്ടിലൊക്കെ സർവീസ് സെന്റേഴ്സിലൊക്കെ ഭയങ്കര നല്ല സർവീസ് സെന്റർ അവർക്ക് നല്ല നോളജാ വണ്ടിയെ പറ്റി. ഹൈദരാബാദ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് അങ്ങനെ വലിയ നോളജ് ഇല്ല. പുറത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ. അപ്പം അന്ന് എത്രയായിരുന്നു ഓൺ റോഡ്? എത്ര വന്നിട്ടുണ്ടായിരുന്നു ഓൺ റോഡ്? എനിക്ക് തോന്നുന്നു 1.7 ആയിരുന്നു. 1.7. ഇപ്പൊ ഒത്തിരി റേറ്റ് മാറിയിട്ടുണ്ടാവും. റേറ്റ് മാറിയെന്ന് തോന്നുന്നു. ഞാൻ എടുത്തപ്പോ 1.5 ആക്സറീസ് എല്ലാം കൂടെ 1.6 നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. കേരളയിലെ ടാക്സ് ഭയങ്കര ഹൈ, അതും കൂടെ ഇവിടെ കുറവാണ്. ഹൈ. ഓക്കെ. അപ്പൊ അങ്ങനെ അത് വെച്ച് നോക്കുമ്പോൾ നല്ല ആ ഒരു സമയത്ത് ഇപ്പൊ എത്രയായിരിക്കും? എനിക്കൊന്ന് പുതിയ വണ്ടിയുടെ എമൗണ്ട് ഇപ്പൊ റേറ്റ് നല്ല 2.5-3 ഒക്കെ ഉണ്ടല്ലോ. 3 ഒക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് സെക്കൻഡ് എടുക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുമോ? ആർക്കെങ്കിലും വേണമെങ്കിൽ സെക്കൻഡ് എടുക്കാനായിട്ട് ഒരു വണ്ടി, ഹിമാലയൻ വണ്ടി സെക്കൻഡ് എടുക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുമോ? ഇപ്പൊ ആൾക്കാർ ഇതിനു വേണ്ടി സെക്കൻഡ് നടക്കുവാണ്, കാരണം മോഡൽ കംപ്ലീറ്റ് നിർത്തി. അപ്പൊ എന്തൊക്കെയായിരിക്കും നമുക്ക് ഇപ്പൊ സെക്കൻഡ് ഒരു വണ്ടി എടുക്കണമെങ്കിൽ എന്തൊക്കെയായിരിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എനിക്ക് തോന്നുന്നു ചേസ് ഒന്ന് നോക്കണം. ഇവിടെ ചെറുതായിട്ട് ഈ ചേസിന്റെ അവിടെ കുറച്ച്
പൊട്ടുന്ന കേസസ് കേട്ടിട്ടുണ്ട്. ഓ ഞാനും കണ്ടിട്ടുണ്ട്, ഒരു വീഡിയോ കണ്ടായിരുന്നു. പുതിയ അതെനിക്ക് തോന്നുന്നു പുതിയ ഹിമാലയനായിരുന്നു, പഴയതിനും ഉണ്ട്. ഓക്കെ ഓക്കെ. അതിന്റെ കാരണം അതെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓഫ് റോഡിങ് പോകുമ്പോൾ ഹെവി ഓഫ് റോഡിങ് ചെയ്യുമ്പോൾ ചില വണ്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് ഏത് വണ്ടിയാണെങ്കിലും ഒരു പരിമിതി ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ അപ്പുറം അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നങ്ങൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഓക്കെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇല്ല അല്ലാതെ പ്രശ്നം. അപ്പൊ ഇതൊന്നും മെയിൻ ആയിട്ട് നോക്കണം അല്ലേ? ചേസ് ഒന്ന് നോക്കണം. ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയായിരിക്കും മെയിൻ ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ? പിന്നെ ഈ മെയിൻ ആയിട്ട് എഞ്ചിനീയർ സൗണ്ട് ഉണ്ടോ അതൊക്കെ, അങ്ങനെ അല്ലാതെ വേറെ സസ്പെൻഷൻ ഒക്കെ ക്ലിയർ ആണ് അല്ലേ? സസ്പെൻഷൻ ഒക്കെ അങ്ങനെ കംപ്ലൈന്റ് വരുന്ന ആണോ അങ്ങനെ ഈ വണ്ടിക്ക്? ഇല്ല അല്ലേ? മോണോഷോക്ക് സസ്പെൻഷനാ, പ്രശ്നം വരത്തില്ല. ഓക്കെ, കംഫർട്ടബിൾ അല്ലേ? ലഡാക്കിൽ പോയാൽ നിങ്ങൾക്ക് അറിയാലോ മൊത്തം പക്ഷെ അത് ഈ വണ്ടി അവിടെ ചെന്നിട്ട് വാടകയ്ക്ക് എടുക്കുമായിരുന്നു അല്ലേ? പക്ഷെ അന്ന് ആ സമയത്ത് ഈ വണ്ടി ഉണ്ടായിരുന്നല്ലോ. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ലഡാക്ക് വരെ ചെന്നിട്ട് അതിനുള്ള സമയം ഉണ്ടെങ്കിൽ നല്ല ഹിമാലയൻസ് അല്ലേ. അപ്പൊ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? പ്രദീപ്, എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ എനിക്ക് തോന്നുന്നു ബാക്കിലെ ഇതിലിപ്പോ ഈ ബാക്കിൽ ഒരു കാരിയർ വെച്ചു. കാരിയർ, ഈ ഒരു കാരിയർ. ഓക്കെ, ഇതെല്ലാം ഫുൾ ഓക്കെ ഓക്കെ. ഇത് രണ്ടും ഒരുമിച്ച് വരുന്നത് അല്ലേ? ഇതെല്ലാം ഒറ്റൊരു പീസാ. ഓക്കെ. പിന്നെ ഈ ബാക്കിൽ ഇതിന്റെ വണ്ടിയുടെ ഇതിന്റെ കൂടെ ഉള്ളതാ. ഓക്കെ. ഒരു കാരിയർ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ നമുക്ക് ഇവിടെ ബോക്സ് വെക്കാവുന്ന അല്ലേ? ബോക്സ് വെക്കാം, അതിന് വേണ്ടിയുള്ള ബോക്സ് വെക്കാം. ഇവിടെയും ഓക്കെ ഓക്കെ, രണ്ട് സൈഡിലും വെക്കാൻ പറ്റും അല്ലേ? ഇത് ഞാൻ അഡീഷണൽ വെച്ച ഈ ഗ്രില്ല്. ഓക്കെ ഓക്കെ. പിന്നെ ഈ ഒരു ഹാൻഡ് ഗാർഡ്. ഇത് ഹാൻഡ് ഗാർഡ് അഡീഷണൽ വെച്ച. ഓക്കെ, ഹാൻഡ് ഗാർഡ്സും ഫ്രണ്ടിൽ ഇതും പിന്നെ ബാക്കിൽ അവർ രണ്ട് സൈഡിലും വരുന്നത് അല്ലേ? അത് ഇതിൽ നിന്ന് തന്നെ ഷോറൂമിൽ നിന്ന് തന്നെ വെച്ചതാണോ അതോ വെളിയിൽ നിന്ന് ചെയ്താണോ? ഇതിന് ഷോറൂമിൽ കിട്ടും, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ വേറെ വെളിയിൽ നിന്ന് മേടിച്ച. ഇത് വന്നിട്ട് ഈ ബാൻഡിഡോസ് ഫിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഒരു തൃശ്ശൂരിലൊരു കടയുണ്ട്, അവിടെ നിന്ന് മേടിച്ച. നല്ല അവര് ഓരോ വണ്ടിയും കസ്റ്റമൈസ് ചെയ്ത് തരും, വണ്ടിക്ക് വേണ്ടി മാത്രമല്ല. അവർക്ക് പുതിയ വണ്ടികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സൈറ്റിൽ പോയി നമ്മുടെ വണ്ടിക്കുള്ള കസ്റ്റമൈസ് ചെയ്ത ഒരു പാർട്സ് ഒക്കെ വരും. ഞാൻ തന്നെ ഫിറ്റ് ചെയ്ത് അവർ DIY മറ്റേ തന്നെ എല്ലാം ചെയ്ത്. ഓ നൈസ്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ബോക്സ് വെക്കാം അല്ലേ? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? അങ്ങനെ വെച്ചാണോ? റൈഡിന് വേണ്ടിയാണ്. അങ്ങനെ ഏതായാലും ഫ്യൂച്ചറിൽ റൈഡ്സ് ഒക്കെ പോട്ടെ അല്ലേ? റൈഡ്സ് ഒക്കെ പോകാനായിട്ട് ഒരു ഭാഗ്യം ലഭിക്കട്ടെ. കല്യാണം കഴിക്കാൻ പോവാണ്, അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് റൈഡൊക്കെ ഇപ്പോ കറങ്ങി നടക്കാൻ അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഓക്കെ. നമുക്ക് പിന്നെ ഇതിന്റെ അകത്ത് ബോക്സ് വരുന്നതും വാങ്ങിച്ചായിരുന്നോ അതോ ഇനി വാങ്ങിച്ചു വെക്കാനായിട്ടാണോ? ബോക്സ് വെക്കാൻ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ മേടിച്ചില്ല. ഓക്കെ ഓക്കെ. ഇതൊക്കെ ഈ ഒരു മോഡിഫിക്കേഷൻ ലീഗലി ഓക്കെ ആണോ? ഇതൊക്കെ ലീഗലി ഓക്കെ ആണ്. ഓക്കെ അല്ലേ? പ്രശ്നങ്ങളൊന്നും ആകെ നമുക്ക് ലീഗലി വരുന്നത് ഈ ലൈറ്റും സൈലൻസറും ആണ്. ലൈറ്റ് മൊത്തമായിട്ട് മാറ്റാൻ പറ്റത്തില്ല, ഇത് കുഴപ്പമില്ല. ഇത് ഹാലജൻ ലൈറ്റ്, ഇത് അലൗഡാ. LED ലൈറ്റ്സ് വെക്കാൻ പാടില്ല, LED വെക്കാൻ പാടില്ല. പിന്നെ ഇത് ഓൾട്രേഷൻ മറ്റേ സൈലൻസർ ഓൾട്രേഷൻ ഒന്നും ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള പ്രശ്നമില്ല. ബോക്സ് വെക്കുന്നതിനും ബാക്കിലെ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഹിമാലയന്റെ തന്നെ കിട്ടുമായിരിക്കുമല്ലോ ബാക്കിലെ ബോക്സും കാര്യങ്ങളൊക്കെ? റോയൽ എൻഫീൽഡിൽ കിട്ടും, പക്ഷെ അത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. ഇതാ മറ്റേ തൃശ്ശൂർ അവർക്ക് അങ്ങനത്തെ ടീംസ് ഉണ്ടായിരിക്കും കസ്റ്റമൈസ് ചെയ്ത്. അത് എല്ലായിടത്തും അവൈലബിൾ ആണോ? അവർ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട്, പക്ഷെ കട ഓഫ്ലൈൻ ആയിട്ട് സ്റ്റോർ തൃശ്ശൂരിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. അത് ഓൺലൈൻ അതിന് ഇതുണ്ടോ? ഓൺലൈൻ ബാൻഡിഡോസ് ഫിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ പോയാൽ മതി. പിന്നെ ഇതിന്റെ ബാക്കി ടയറിന്റെ ഒക്കെ എങ്ങനെയാണ്? ടയറും പിന്നെ ബ്രേക്ക് പാഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ബ്രേക്ക് പാഡ്സ് ഒക്കെ ഫ്രീക്വന്റ്ലി മാറ്റേണ്ടി വരും, അത് വേറെ ടയർ വെച്ചിട്ട്. ടയർ വന്നിട്ട് ടയറും ഞാനിപ്പോ എനിക്ക് ഒരു വട്ടം മാറ്റിയിട്ടുള്ളൂ. 30,000 കിലോമീറ്റർ ഒരു വട്ടം മാറ്റി. രണ്ട് ടയർ മാറ്റി. 30,000 കിലോമീറ്ററിൽ ഏതാണ്ട് 30 റീസെന്റ് മാറിയായിരുന്നു. 35 ആയി. ഞാൻ റീസെന്റ് ഇപ്പൊ ഇത് മാറിയിട്ട് 2,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2000 ഓക്കെ. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഏകദേശം എത്രയാണ് റേറ്റ് വരുക ടയർസിനൊക്കെ? എനിക്ക് തോന്നുന്നു 4,000 ആ റേഞ്ച്. ഓക്കെ. ഒരു ടയറിന്? ഓക്കെ ഓക്കെ. ഫ്രണ്ട് ടയറിന് കുറച്ചുകൂടെ കുറവാ. അതെ അതെ, അത് ബാക്കിലെ കുറച്ചും കൂടെ ഇതുള്ള വിട്ടുള്ള ടയറാണ്. ഓക്കെ. അപ്പം അങ്ങനത്തെ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് മാറിയത്? അതല്ല, എല്ലാ സർവീസിനും അവർ നോക്കും ശരിക്കും. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് കൂടുതൽ എത്ര പ്രാവശ്യം ഇപ്പൊ മാറിയിട്ടുണ്ട് ബ്രേക്ക് പാഡ്? 5-6 ടൈംസ് മാറി ഓൾറെഡി. 5-6 ടൈംസ് മാറിയിട്ടുണ്ട്. അതൊരു പ്രോബ്ലം ആണോ? എന്താന്ന് വെച്ചാൽ 30,000 5-6 ടൈംസ് മാറുവാന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൂടുതലല്ലേ? ബ്രേക്ക് പാഡ് തേഞ്ഞു പോകുന്നതാണ്. ഡിസ്ക് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി നമ്മളത് മാറ്റണം. ഡിസ്ക് ഡാമേജ്. അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് തന്നെ അറിയാൻ പറ്റും, ഒരു മാർക്കിംഗ് ഉണ്ട്. മാർക്കിംഗ് നോക്കിയിട്ട് സർവീസുകാർ പറയും മാറ്റണം എന്ന് പറയും. അപ്പൊ നമുക്ക് ആ മാർക്കിംഗ് നോക്കിയിട്ട് അറിയാൻ പറ്റും മാറ്റണോ വേണ്ടത്. മാറ്റണോ വേണ്ട അതൊന്ന് പറഞ്ഞു കൊടുക്കാം. എന്താന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി എന്താന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങൾ വരാതെ
നമുക്കതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ, അല്ലെങ്കിൽ ഇരട്ടി പണി വരും. അതുകൊണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാണെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലോ. അതെങ്ങനെയാ ഇത് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് കണ്ടോ, ഇതാ രണ്ട് സൈഡിൽ ഡിസ്ക് ഇതാണല്ലോ. ഡിസ്ക്. അതെ അതെ. ഡിസ്കിന്റെ സൈഡിൽ ഒരു ബ്ലാക്കിൽ രണ്ടെണ്ണം കണ്ടോ, അതാണ് ബ്രേക്ക് പാഡ്. ഗ്രൂ പോലെ ഉണ്ട് കണ്ടോ, ഒരു ചെറിയൊരു ഗ്രൂ ഉണ്ട് അവിടെ. ആ ഗ്രൂ ആവുമ്പോൾ മാറ്റണമെന്നാണ്. അപ്പോൾ ആ ഗ്രൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാലിപ്പർ വന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രേക്ക് വന്ന് സ്ക്രാച്ച് ആവും. രണ്ടെണ്ണം ഉണ്ട്. ചെറിയ ഗ്രൂ ഉണ്ട്. ഇത് ഈ വീഡിയോയിൽ ആ ഗ്രൂ ഉണ്ട്. ഓക്കെ. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂ എത്തിക്കഴിഞ്ഞാൽ ഗ്രൂ കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം ബ്രേക്ക് പാഡ് തേഞ്ഞു കഴിഞ്ഞു. എല്ലാരും ശ്രദ്ധിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ ഈ ഡിസ്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പിന്നെ ഭയങ്കര വിലയാണ്. അപ്പൊ ഇവര് നമ്മൾ സർവീസ് സെന്ററിൽ പോകുമ്പോൾ ഒരു മാറ്റണം എന്ന് പറയും. അപ്പൊ നമുക്ക് അറിയാം, നമുക്ക് നോക്കുമ്പോൾ അറിയാം. അതിനനുസരിച്ച് വേണമെങ്കിൽ മാറ്റിയാൽ മതി, വെറുതെ മാറ്റേണ്ട ആവശ്യമില്ല. ചെയിന് മാറ്റിയായിരുന്നോ നേരത്തെ എപ്പോഴേലും? ചെയിൻ ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയിൻ സ്പ്രോക്കറ്റും മാറ്റി 35 കിലോമീറ്ററിൽ ഓടി. അത് എനിക്ക് തോന്നുന്നു 1.5 ആയുള്ളൂ എല്ലാം കൂടി. 2,500 ഇതിന്റെ എന്തോ പാർട്സിനൊന്നും അത്ര വിലയില്ല. ഞാൻ വിചാരിച്ച ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും വിചാരിച്ചു. നല്ല വില കുറവാ അല്ലേ? അതെ അത്ര വില ആയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണത് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒത്തിരി വെയർ ആൻഡ് ടയർ വരാതെ സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് നോർമലായിട്ട് ബൈക്കുമ്പോൾ നമുക്ക് ഈ ചെയിനിന്റെ ലൂബൊക്കെ നമ്മൾ തന്നെ മേടിച്ച ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയിനൊക്കെ നല്ല ലാസ്റ്റ് ചെയ്യും. വണ്ടി സ്മൂത്ത് ആയിട്ട് ഓടും, എഞ്ചിനും നല്ലതായിരിക്കും. നമുക്ക് തന്നെ ഇതൊക്കെ ചെയ്യാന്നേ ഉള്ളൂ, ചെറിയ കാര്യങ്ങൾ. അതെ. പിന്നെ ഓയിൽ ചേഞ്ച് ആക്ച്വലി നമുക്ക് ചെയ്യാം. ഇവിടെ അപ്പുറത്ത് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഒരു ലിറ്ററിന്റെ 1.2 ലിറ്റർ എന്തോ ആണ് ഇതിന്, ഒരു ഫുൾ ടാങ്ക്. നമുക്ക് തന്നെ ചെയ്യാന്നേ ഉള്ളൂ, സർവീസ് സെന്ററിൽ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. അത് പ്രദീപ് മാറ്റാറുണ്ടോ? അതോ മാറ്റാറുണ്ട്. മാറ്റിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. പക്ഷെ അത് റിസ്ക് അല്ലേ അത് മാറ്റുന്നൊക്കെ? താഴെ നമ്മളെല്ലാം ചെയ്യണം. എല്ലാം വീഡിയോസ് ഇപ്പൊ യൂട്യൂബിലെല്ലാം വീഡിയോസ് ഉണ്ടല്ലോ. ആണോ? ഓക്കെ. ഉള്ള ഓയിൽ മൊത്തം ഫിൽട്ടർ ചെയ്ത് കളയുക, എന്നിട്ട് പുതിയ ഓയിൽ ഇടുക. എന്നിട്ട് ഒരു ഓയിൽ ക്യാപ്പ് ഉണ്ട്, അത് ക്ലീൻ ചെയ്യണം നമ്മള്. അതിന്റെ ഒരു കിറ്റൊക്കെ കിട്ടും. ഇങ്ങനെ എല്ലാം ചെയ്യാന്നേ ഉള്ളൂ. പിന്നെ ഡുവൽ ABS ഉണ്ട്, അത് സ്വിച്ചബിൾ ABS കൂടെയാണ്. ഇതാണല്ലേ അതിന്റെ സ്വിച്ച്? അത് ലോങ് പ്രസ് ചെയ്ത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ABS ഓഫ് ചെയ്യാം. അപ്പൊ ഓഫ് റോഡിങ്ങിനൊക്കെ ABS ഓൺ ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ലല്ലോ. അതെ. അപ്പൊ അത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അതെ, ഇത് സ്മൂത്ത് റോഡില് ലോങ് ഒക്കെ പോകുമ്പോഴാണ് ഇത് യൂസ് ആകുന്നത് കൂടുതലും. അത് ഓൾവേസ് ഓൺ ആണ് ABS. ഓഫ് ചെയ്തിടാം. ഇതെന്താ ഈ മോഡ്സ് എന്തൊക്കെയാണുള്ളത്? അത് നമുക്ക് ഈ ട്രിപ്പൊക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള മോഡ് സെറ്റ് അല്ലേ? അതെ. ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണ്? കോമ്പസ് ആണ്. കോമ്പസ് ഒക്കെ ഉണ്ടോ? കോമ്പസ് ഉണ്ട്. പണ്ടൊക്കെ എൻഫീൽഡിൽ ഇതുപോലും ഇല്ലായിരുന്നു, മറ്റേ ഫ്യൂവലിന്റെ ഇൻഡിക്കേറ്റർ പോലും ഇല്ലായിരുന്നു അല്ലേ? ഇനിയിപ്പോ ഇതിനകത്ത് ആ റൈറ്റ് സൈഡിൽ GPS നാവിഗേഷൻ ഒരു ആപ്പ് ഉണ്ട് റോയൽ എൻഫീൽഡിന്റെ. ആ ആപ്പുമായിട്ട് നമുക്ക് മാപ്പ് കാണിക്കും. അത് യൂസ് ചെയ്യാറുണ്ടോ? ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം വന്നത് മാപ്പ് ഇട്ടല്ലേ വന്നത്. റൈറ്റ്. ഫോൺ ഉപയോഗിക്കണ്ടല്ലോ. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അല്ലേ? അറിയാൻ പറ്റും. അത് കൊള്ളാം. ഓക്കെ. വണ്ടി ഇപ്പൊ 31,500 ആയിട്ടേ ഉള്ളൂ. അല്ല, 31,560 ആയതേ ഉള്ളൂ. ഇതിനകത്ത് ട്രിപ്പും പിന്നെ ടൈമുണ്ട്, ഇത് ടെമ്പറേച്ചർ അറിയാനായിട്ടുള്ള ഇതുണ്ട്. ഗിയറും കാണിക്കും. റൈറ്റ്. ഏത് ഗിയറിലാണ് വണ്ടി ഓടുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, നൈസ്. ഇതൊക്കെ എന്തൊക്കെ ഇൻഡിക്കേഷൻ ആണോ? അത് നോർമൽ, ന്യൂട്രല്, പിന്നെ ഇത് ഇൻഡിക്കേറ്ററിന്റെ, പിന്നെ സർവീസിന്റെ ടൈം ആവുകയാണെങ്കിൽ അത് ഇൻഡിക്കേഷൻ കാണിക്കും. ഓക്കെ. കിലോമീറ്റർ അനുസരിച്ച് RPM മീറ്റർ, ഫ്യൂൽ ഗേജ്, പിന്നെ കോമ്പസ്, പിന്നെ GPS നാവിഗേഷൻ. ഓക്കെ, നൈസ്.
പ്രദീപിന് ഈ വണ്ടി മാത്രമല്ല, പ്രദീപിന് വേറൊരു വണ്ടിയും കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പ്രദീപിൻ്റെ വണ്ടിയുടെ ഒരു കാറിൻ്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അത് വീണ്ടും പിന്നീട് എന്തെങ്കിലും ചാൻസസ് ഉണ്ടെങ്കിൽ എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ആർ ഡി ഉണ്ട് പ്രദീപിന്. അത് ആർ ഡി ഫുള്ള് ഓൾറെഡി വർക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ കളറൊക്കെ മാറ്റിയിട്ട് അതിപ്പോൾ കേരളത്തിലുണ്ട് അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞ് ഇൻ ഫ്യൂച്ചർ ഇവിടെ വരുവാണെങ്കിൽ, ഹൈദരാബാദിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെയും വീഡിയോ എടുക്കുന്നതായിരിക്കും. 46 years, അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിനേക്കാളും ഒരു 10-13 വർഷം, ഞാൻ ജനിക്കുന്നതിനേക്കാളും ഒരു 10-13 വർഷം മുൻപ് ഇറങ്ങിയ വണ്ടിയാണ്. പക്ഷെ അത് സൂപ്പർ കണ്ടീഷനിലാണ്. എനിക്ക് വണ്ടി ഒന്ന് ഇടയ്ക്ക് ഹൈദരാബാദിൽ കൊണ്ടുവന്നായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുപോയി. ഇനിയിപ്പോൾ വീണ്ടും അത് ഇവിടെയോട്ട് ഇറക്കുന്നുണ്ട് പ്രദീപ്. അങ്ങനെയാണെങ്കിൽ ആ ഇറക്കുന്ന സമയത്ത് നമുക്ക് ആ വണ്ടിയുടെയും വീഡിയോ ചെയ്യണം. അതിന് ഒത്തിരി ഫാൻസ് ഉള്ള ഒരു വണ്ടിയാണ്. അതുമല്ല ആ സമയത്ത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആ വണ്ടിയുടെ എണ്ണം കുറവല്ലേ? വളരെ കുറച്ച് ആൾക്കാർക്ക് ആ വണ്ടിയുള്ളൂ. അപ്പോൾ അതിൻ്റെയും വീഡിയോ നമ്മൾ ലേറ്റർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.